അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക ചടങ്ങ് ഇന്ന് വൈകിട്ട് നടക്കും. 3:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി. മുഖ്യാതിഥിയായ നടൻ മമ്മൂട്ടി തിരുവനന്തപുരത്തെത്തി. മോഹൻലാലും കമൽഹാസനും ചടങ്ങിനെത്തില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ അറസ്റ്റിൽ. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുധീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മൂന്നാമത്തെ അറസ്റ്റാണ് സുധീഷ് കുമാറിന്റേത്. അറസ്റ്റിലായ ഉദ്യോഗസ്ഥരിൽ രണ്ടാമത്തേതും. സുധീഷ് കുമാർ ദ്വാരപാലക ശില്പത്തിലേത് സ്വർണ്ണപ്പാളികളാണെന്നറിഞ്ഞിട്ടും രേഖകളിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തി. മുരാരി ബാബുവിന്റെ കയ്യിൽ ഇത് കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡിന് ശുപാർശ ചെയ്തു. ശബരിമലയിൽ ഇല്ലായിരുന്ന ഉദ്യോഗസ്ഥരുടെ പേരുകൂടി മഹസറിൽ എഴുതി ചേർത്തു. ഇതെല്ലാം കൊള്ളയുടെ ഭാഗമായിട്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പ്രാഥമിക ചോദ്യത്തിന് ശേഷമാണ് സുധീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സുധീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വൈകാതെ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡിലെ 9 ഉദ്യോഗസ്ഥരെയാണ് കേസിൽ പ്രതിയേർത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരെ വിളിച്ചു വരുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലെ തിരുവാഭരണ കമ്മീഷണറായ റെജിലാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും സ്പോൺസറുമായ CK വാസുദേവൻ എന്നിവരെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. വിജയമല്യയുടെ UB ഗ്രൂപ്പ് ശബരിമലയിൽ സ്വർണം പൂശിയതിന്റെ നിർണായക രേഖകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. മീഡിയ 1 തിരുവനന്തപുരം. മില്ലുടമകൾ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നെല്ല് അരിയാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതായി കർഷകർ. സപ്ലൈകോ വഴി റേഷൻ കടകളിൽ എത്തിക്കേണ്ട അരിയാണ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന അരിയാണ് സപ്ലൈകോയ്ക്ക് നൽകുന്നതെന്നും കർഷകർ പറയുന്നു. മീഡിയ 1 എക്സ്ക്ലൂസീവ്. കർഷകരിൽ നിന്നും സപ്ലൈകോയാണ് നെല്ല് സംഭരിക്കേണ്ടത്. നെല്ല് അരിയാക്കി മാറ്റാനുള്ള സംവിധാനം സപ്ലൈകോയ്ക്ക് ഇല്ലാത്തതിനാലാണ് സ്വകാര്യ റൈസ് മില്ലുകളെ ആശ്രയിക്കേണ്ടി വരുന്നത്. മില്ലുടമകൾ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നെല്ല് അരിയാക്കി സപ്ലൈകോയ്ക്ക് കൈമാറണം. ഈ അരി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യണം. പാലക്കാടൻ മട്ട ഉൾപ്പെടെയുള്ള മികച്ച ഇനം അരി സ്വന്തം ബ്രാൻഡിൽ വിദേശത്തേക്ക് കയറ്റി അയച്ച് സപ്ലൈകോയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന അരി നൽകുകയാണ് ഭൂരിഭാഗം മില്ലുകളും ചെയ്യുന്നതെന്ന് കർഷകർ പറയുന്നു. മില്ലുകാരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനോ അതല്ലെങ്കിൽ ഭരണാധികാരി നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ അവരുടെ മുഖവിലേക്ക് എടുക്കാതെ ഞങ്ങൾക്ക് ഇത് തുടരാൻ പറ്റില്ല എന്നാണ് മില്ലുകാരുടെ വാശി. അവരുടെ സൗകര്യത്തിനുണ്ടാക്കി ഇന്നേ വരെ ഇത് നേരത്തെ കൊയ്യുന്നതിന് മുമ്പ് ഒരു കണക്കുണ്ട്. ഇത്ര വരെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു 3 മാസം മുമ്പെങ്കിലും ഇതിന്റെ തീരുമാനം എടുത്തെങ്കിൽ നടക്കില്ലേ? നെല്ല് അരിയാക്കി മാറ്റാൻ 1 ക്വിന്റലിന് 212 രൂപ നിരക്കിൽ സർക്കാർ മില്ലുടമകൾക്ക് നൽകും. 100 കിലോ നെല്ല് നൽകിയാൽ 68 കിലോ അരി തിരികെ നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ മാനദണ്ഡം. 64.5 കിലോ മാത്രമേ തിരികെ സപ്ലൈകോയ്ക്ക് നൽകുന്നുവെന്നാണ് മില്ലുകൾ പറയുന്നത്. നെല്ല് അരിയാക്കുന്ന ഫീസ് കൂടാതെ കൂടുതൽ അരി എടുക്കാനാണ് മില്ലുടമകളുടെ നീക്കമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. നെല്ലിൽ നിന്നും ലഭിക്കുന്ന പൊടിയരി, തവിട് അടക്കമുള്ള മറ്റുള്ള ഉൽപ്പന്നങ്ങൾ മില്ലുകൾക്കെടുക്കാം. തവിടിൽ നിന്നും എണ്ണ ഉൽപ്പാദിപ്പിക്കാനും കഴിയും. സർക്കാർ സഹകരണ മേഖലയിലെ ഭൂരിഭാഗം അരിമില്ലുകളും അടഞ്ഞുകിടക്കുന്നതാണ് സ്വകാര്യ മില്ലുകളുടെ സമ്മർദ്ദം ശക്തിപ്പെടാൻ കാരണം. മീഡിയ 1 പാലക്കാട്. 266 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഓണറേറിയം 1000 രൂപ സർക്കാർ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. വേതനം 21,000 എന്നത് കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ആശമാർ അറിയിച്ചു. ആരോഗ്യ കേരളത്തെ നമ്പർ 1 ആക്കാൻ അഹോരാത്രം പണിയെടുത്തവർ, അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ മഴയും വെയിലുമേറ്റ മാസങ്ങൾ, അണയാത്ത പോരാട്ടവീര്യം, 1 രൂപ വർദ്ധിപ്പിക്കില്ലെന്ന സർക്കാരിന്റെ വാശി, സ്ത്രീശക്തിക്ക് മുന്നിൽ ഒടുവിൽ മുട്ടുകുത്തി. ഇതായിരുന്നു ആശാസമരം. അവകാശ പോരാട്ടം പൂർണ്ണ ജയത്തിലെത്തിക്കുമെന്ന പ്രതിജ്ഞയെടുത്താണ് ആശമാർ സമരം നിർത്തുന്നത്. ഞങ്ങൾ 21,000 രൂപ ഓണറേറിയം ലഭിക്കുന്നത് വരെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നവരെ സമരമായിട്ട് മുന്നോട്ട് പോകും. എന്നും കൂടെയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF അധികാരത്തിലെത്തുമ്പോൾ ആശമാർക്ക് പ്രഥമ പരിഗണന നൽകും. UDF സർക്കാർ 26-ൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ തീരുമാനം, ആദ്യത്തെ ക്യാബിനറ്റ് യോഗം, അത് കഴിഞ്ഞ് വേറെ ഏത് കാര്യങ്ങളും നോക്കുള്ളൂ UDF. KK രമ, രാഹുൽ മാങ്കൂട്ടത്തിൽ, PC വിശ്വനാഥ് തുടങ്ങിയവർ ആശമാരെ സന്ദർശിച്ചു. പ്രതിദിനം 33 രൂപയുടെ വർധനവേ ആശമാർക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ പ്രചാരണം നടത്താനാണ് ആശമാർ ഒരുങ്ങുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.
ആശമാരുടെ സമരം അവസാനിപ്പിക്കുന്ന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയതിൽ പ്രതിപക്ഷ നേതാവിന് അതൃപ്തി. രാഹുൽ പോയാൽ മാത്രമേ വേദിയിലേക്ക് വരൂ എന്ന് VD സതീശൻ നിലപാടെടുത്തു. രാഹുൽ മടങ്ങിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. സതീശൻ മടങ്ങിയ ശേഷം രാഹുൽ വീണ്ടും സമരവേദിയിലെത്തി. ഞാനിവിടെ വരുന്ന എല്ലാ പരിപാടിക്കും പ്രസംഗിച്ചിട്ടല്ല പോകാറുള്ളത്. അവരോട് ചോദിച്ചാൽ ഞാൻ പ്രസംഗിക്കാതെ എത്രയോ തവണ പോയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കൺവീനിയൻസ് കൂടിയില്ല. ഇപ്പൊ അങ്ങേക്ക് എവിടെയെങ്കിലും പോകണം, അങ്ങേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ട് അതെല്ലാം പറഞ്ഞിട്ട് ട്രെയിനിന്റെ ടൈമെല്ലാം തന്നിട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. പക്ഷെ അതുകൊണ്ട് ആശാസമരത്തിന്റെ മെറിറ്റ് കുറയുന്നില്ലല്ലോ. ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന് അതൃപ്തിയുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചത്. അദ്ദേഹം ഉദ്ഘാടകനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടേക്ക് എത്തിയത്. ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നാട്ടിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഔന്നത്യത്തെപ്പറ്റിയും നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് VD സതീശൻ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് കാണാൻ നോക്കണ്ട. സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, കഴിഞ്ഞ കുറച്ചു കാലമായി പൊതുവേദികളിൽ സജീവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ ഈ ആശാ സമരവേദിയിലെത്തിയത് നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണോ? സമരം ആരംഭിക്കുന്നത് ആ സമരം ആരംഭിക്കുമ്പോൾ മുതൽ നിരവധി രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാംസ്കാരിക സംഘടനാ നേതാക്കൾ, അങ്ങേയറ്റം ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അങ്ങേയറ്റം കൂലിപ്പണിക്കാരായ തയ്യൽ തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ഞങ്ങളുടെ സമരം. മറ്റു വാർത്തകളിലേക്കാണ്. തെരുവുനായകളെ വന്ധ്യംകരിക്കുന്നതിനുള്ള ABC ചട്ടങ്ങളിലെ ചില വ്യവസ്ഥകൾ അപ്രായോഗികമെന്ന് കേരളം സുപ്രീം കോടതിയിൽ. ABC ചട്ടങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും തെരുവുനായ നിയന്ത്രണത്തിന് വിവിധ പദ്ധതികൾ നടത്തിയെന്നും കേരളം മറുപടി സത്യവാങ്മൂലം നൽകി. സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തിയിട്ടില്ല. വൈകിയതിൽ ചീഫ് സെക്രട്ടറി ക്ഷമാപണവും നടത്തി. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഇന്ന് തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നടന്നത്? അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല എന്ന സത്യവാങ്മൂലം കൂടെ ചീഫ് സെക്രട്ടറിമാർ നൽകണം എന്നുള്ളത് കൂടിയായിരുന്നു. എന്തൊക്കെ നടന്നു ഇന്ന് കോടതിയിൽ? ഇന്ന് കോടതി നടപടി ഉണ്ടാകുകയല്ല ചെയ്തത്, പകരം സത്യവാങ്മൂലം സമർപ്പിക്കുകയാണ് കേരളം ചെയ്തിരിക്കുന്നത്. കാര്യം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ദേശീയ നയം രൂപീകരിക്കുമ്പോൾ തെരുവുനായ പ്രശ്നത്തിൽ ഏതൊക്കെ നിർദ്ദേശങ്ങൾ നൽകണം, ഈ പ്രജനന നിയന്ത്രണവുമായി ABC കൺട്രോൾ ആക്ട് ഉണ്ട്, ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി കൃത്യമായി സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ നേരത്തെ സത്യവാങ്മൂലം നൽകിയത് സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാളും തെലങ്കാനയും മാത്രമായിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് എല്ലാ ചീഫ് സെക്രട്ടറിമാരും നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസവും കോടതി ചേർന്ന് കഴിഞ്ഞപ്പോൾ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ പറഞ്ഞത് നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കിക്കൊണ്ട് വിർച്വലായി ഹാജരാകാനുള്ള ഒരു അനുമതി നൽകണം എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അനുമതി നൽകില്ല. വേണമെങ്കിൽ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ പോലും ഇവർക്കാരും 27 പേരാണ് ഹാജരാകേണ്ടത്. അവരെല്ലാവരും വിളിച്ചു കൂട്ടും. പക്ഷേ ഈ വലിയ വീഴ്ചയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വരുത്തിയിരിക്കുന്നത് എന്നാണ് കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ടിങ്കു ബിസ്വാൾ സമർപ്പിച്ചിരിക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ അവർ കാലതാമസമായി പറയുന്നത് ഈ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഏകോപനം വേണ്ടിയിരുന്നു. മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകൾ കൃത്യമായി നടത്തേണ്ടിയിരുന്നു. അതിനുള്ളൊരു കാലതാമസം മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ക്ഷമിക്കണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന BJP നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചർച്ചയാവുക തിരുമല അനിലിന്റെ ആത്മഹത്യയെന്ന മുൻ സംസ്ഥാന വക്താവ് MS കുമാർ. നേതാക്കൾ ഇടപെട്ടിരുന്നെങ്കിൽ അനിലിന്റെ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു. താനും സമാന സാഹചര്യത്തിലെന്നും MS കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. MS കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തുടങ്ങുന്നു: പാതിവഴിയിൽ അനിലിന് ശരീരം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നത് ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട്. കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ മാറി നിന്നതുകൊണ്ടാണ് അനിലിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. വായ്പയെടുത്ത് തിരിച്ചടക്കാത്തവരെ കൊണ്ട് തിരിച്ചടപ്പിക്കാനെങ്കിലും നേതൃത്വത്തിന് ഇടപെടാമായിരുന്നു. അത് ചെയ്യാതെ മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്തെറിത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും കുമാർ തുറന്നടിക്കുന്നു. ശ്രീകണ്ഠേശ്വരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് MS കുമാർ. ബാങ്കിനെതിരെ നിരവധി പരാതികൾ നിക്ഷേപകർ ഉയർത്തിയിരുന്നു. തന്റെ സ്ഥാപനം പ്രതിസന്ധിയിലാകാൻ കാരണം BJP നേതാക്കളാണെന്നാണ് കുമാറിന്റെ ആരോപണം. വായ്പ തിരിച്ചടക്കാത്തവരിൽ സാധാരണക്കാർ മുതൽ സംസ്ഥാന സെൽ കൺവീനർ വരെ ഉൾപ്പെടുമെന്നും കുമാർ വെളിപ്പെടുത്തുന്നു. ഇനിയും വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ
അവരുടെ പേരുകളും അവരടക്കേണ്ട തുകയും വെളിപ്പെടുത്തും. നിക്ഷേപം വായ്പയായി കൈപ്പറ്റി മുങ്ങി നടക്കുന്നവരെ മുൻനിർത്തി നഗരഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന നേതാക്കൾ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് കുമാർ അവസാനിപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ലക്ഷ്യമിട്ട് നീങ്ങുന്ന BJPക്ക് കനത്ത തിരിച്ചടിയാണ് കുമാറിന്റെ വെളിപ്പെടുത്തൽ. മീഡിയ 1 തിരുവനന്തപുരം. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച പദയാത്രയ്ക്ക് വാങ്ങിയ വാഹനം തിരികെ നൽകിയില്ലെന്ന് പരാതി. ശിവസേന സംസ്ഥാന പ്രസിഡന്റ് പേരൂർക്കട ഹരികുമാർ, ശിവസേന എറണാകുളം ജില്ലാ പ്രസിഡന്റ് സുധീർ ഗോപി എന്നിവർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. കാഞ്ഞങ്ങാട് കുശാൽ നഗറിലേക്ക് കെ സന്തോഷ് കുമാറിന്റെ ഭാര്യ ഗീതു റൈയാണ് പരാതി നൽകിയത്. വാഹനം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. 2025 സംസ്ഥാന സർക്കാരിന്റെ എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപ്പിള്ളയ്ക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള കവിതാനുഭവത്തെ ആധുനികാവിഷ്കാരത്തിൽ വ്യത്യസ്തനാക്കിയ കവികളിൽ പ്രധാനിയാണ് KG ശങ്കരപ്പിള്ള എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. NS മാധവൻ, KR മീര, ഡോക്ടർ KM അനിൽ, CP അബൂബക്കർ എന്നിവർ അടങ്ങിയ സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 1948 കൊല്ലം ജില്ലയിൽ ജനിച്ച KGS നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. സർക്കാർ കോളേജുകളിൽ അധ്യാപകനായും പ്രിൻസിപ്പലായും സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാന ദേശീയ അവാർഡുകളടക്കം KG ശങ്കരപ്പിള്ളയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2025 പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പ്രശസ്ത കവി ശ്രീ KG ശങ്കരപ്പിള്ളയാണ്. ആധുനിക മലയാള കവിതയിലെ നവഭാവുകത്വത്തിൻ്റെ ശീഘ്രഗതിയിൽ നിന്ന പ്രതിഭയാണ് KG ശങ്കരപ്പിള്ള. ഇന്ത്യൻ ദേശീയതയുടെ സവിശേഷമായ സംക്രമണ ഘട്ടത്തിൽ തീർത്തും വ്യത്യസ്തമായ ശൈലിയും ആഖ്യാന ഘടനയുമായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു. ആവിഷ്കാരത്തിൻ്റെ ഭിന്ന വഴികളിലൂടെ അദ്ദേഹത്തിൻ്റെ കവിത കഴിഞ്ഞ അരനൂറ്റാണ്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ശക്തമായ സാന്നിധ്യം ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. അർജന്റീന മത്സരത്തിന്റെ പേരിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് 1 മാസത്തേക്ക് കൈമാറിയത് 3 പേർ ഒപ്പിട്ട കടലാസിന്റെ ബലത്തിൽ. ഏതോ കരാറിന്റെ അനുബന്ധം എന്ന നിലയിൽ തയ്യാറാക്കിയ കത്തിൽ GCDA സെക്രട്ടറി, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ജനറൽ മാനേജർ എന്നിവരാണ് ഒപ്പിട്ടിരിക്കുന്നത്. സ്പോൺസറുമായി ബന്ധമില്ലെന്ന GCDA വാദമാണ് ഇതോടെ പൊളിയുന്നത്. GCDA ത്രികക്ഷി കരാറുമായി ബന്ധപ്പെട്ട കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. GCDAക്ക് സ്പോൺസർ കമ്പനിയായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡുമായി ഒരു ബന്ധവുമില്ലെന്ന വാദം പൊളിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖ. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സൗഹൃദ മത്സരവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 24 ഡയറക്ടർ ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് സ്റ്റേഡിയം കൈമാറിക്കൊണ്ടുള്ള കത്ത്. സ്റ്റേഡിയവും ചുറ്റുമുള്ള സ്ഥലവും ഉൾപ്പെടെ 31.11 ഏക്കർ സ്ഥലം സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെ സ്പോർട്സ് കേരള ഫൗണ്ടേഷനും തുടർന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും കൈമാറുന്നുവെന്നാണ് 1 പേജ് കത്തിലെ വാചകങ്ങൾ. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് GCDA സ്റ്റേഡിയം കൈമാറിയതെന്നാണ് ഇതുവരെയുള്ള വാദം. എന്നാൽ GCDA സെക്രട്ടറി ഒപ്പിട്ട രേഖയിൽ സ്പോൺസർ കമ്പനി സ്റ്റേഡിയം ഏറ്റെടുക്കുന്ന കാര്യം പറയുന്നുണ്ടെന്ന് മാത്രമല്ല അവരുടെ പ്രതിനിധിയും ഒപ്പിട്ടിട്ടുണ്ട്. GCDA സെക്രട്ടറി സ്റ്റേഡിയം കൈമാറുന്നു, സ്പോർട്സ് ഫൗണ്ടേഷൻ ഏറ്റെടുക്കുന്നു, സ്പോൺസർ കമ്പനി ഏറ്റെടുക്കുന്നു എന്നാണ് കത്തിലുള്ളത്. നിയമപ്രകാരമല്ലാത്ത ഒരു രേഖയിൽ ഒപ്പിടാൻ GCDA സെക്രട്ടറിക്ക് അനുമതിയില്ല. സ്റ്റേഡിയം കൈമാറുമ്പോൾ നടപടിക്രമങ്ങൾ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അലോട്ട്മെന്റ് ഓർഡറോ കരാറോ ഇല്ലാതെ ഇത്തരമൊരു രേഖയിൽ ഒപ്പിടാൻ പാടുള്ളതുമല്ല. സ്റ്റേഡിയത്തിനുണ്ടാകുന്ന നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് നിശ്ചയിക്കാതെയും പരിപാടി എത്തുമ്പോൾ GCDAയുടെ വിഹിതം എന്താണെന്ന് നിശ്ചയിക്കാതെയുമാണ് ഉടമ്പടി. വാടകയോ പ്രതിഫലത്തിന്റെ വിഹിതമോ വേണ്ടെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് സംബന്ധിച്ച സൂചന ഇതിൽ വേണമെന്നിരിക്കെ അതും കത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. മീഡിയ 1 കൊച്ചി. ഓസ്കർ ജേതാവും സൗണ്ട് ഡിസൈനറുമായ റസൂൽ പൂക്കുട്ടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സണായി ചുമതലയേറ്റു. ചലച്ചിത്ര അക്കാദമിയിലെ അക്കാദമിക്സ് എന്ന വിഭാഗത്തിന് കൂടി ഊന്നൽ കൊടുക്കുമെന്ന് റസൂൽ പൂക്കുട്ടി പറഞ്ഞു. മുൻ ചെയർമാൻ പ്രേംകുമാർ ചടങ്ങിൽ പങ്കെടുത്തില്ല. ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് വൈസ് ചെയർപേഴ്സൺ പ്രേംകുമാർ ചെയർപേഴ്സൺ ആകുന്നത്. ആ ചുമതലയിലേക്കാണ് റസൂൽ പൂക്കുട്ടി എത്തുന്നത്. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ വൈസ് ചെയർപേഴ്സണായി ചുമതലയേറ്റ ഭരണസമിതിയിൽ C അജോയ് സെക്രട്ടറിയായി തുടരും. 26 അംഗങ്ങളാണ് ബോർഡിലുള്ളത്. 3 വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി. സിനിമയുടെ സാങ്കേതിക വിഭാഗത്തെ സർക്കാർ എത്ര നന്നായി കാണുന്നുവെന്നതിനുള്ള തെളിവാണ് തന്റെ അധ്യക്ഷ സ്ഥാനമെന്ന് റസൂൽ പൂക്കുട്ടി. ഇവിടേക്ക് എന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തമാണ് തിരിച്ചു വരിക എന്നുള്ളത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക,
എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, വഴി കാണിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് ഇന്നോവേഷൻസിൻ്റെ സമയമാണിത്. ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനത്തിന് കൂടുതൽ സമയം കേരളത്തിൽ റസൂൽ പൂക്കുട്ടിയെ ലഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയം കേരളത്തിലേക്ക് നമ്മുടെ അക്കാദമിയുടെ പ്രവർത്തനത്തിന് ലഭ്യമാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സന്തോഷ് കിയാറ്റൂർ, നിഖില വിമൽ, സുധീർ കരമന, സിതാര കൃഷ്ണകുമാർ തുടങ്ങിയവർ പുതിയ ജനറൽ കൗൺസിലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ ചെയർമാൻ പ്രേംകുമാർ വിട്ടുനിന്നു. ചെയർമാൻ സ്ഥാനത്തു നിന്നു മാറ്റിയതിൽ പ്രേംകുമാറിന് നീരസമുണ്ടെന്നാണ് സൂചന. മീഡിയ 1 തിരുവനന്തപുരം. കോഴിക്കോട് കക്കോടിയിൽ മതിലിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വീടിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനിടെയാണ് അപകടം. ഒഡീഷ സ്വദേശി ഉദയൻ മാഞ്ചിയാണ് മരിച്ചത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇയാളെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കക്കോടി ശശീന്ദ്ര ബാഗിന് സമീപമാണ് അപകടം നടന്നത്. നിർമ്മാണത്തിൽ ഇരിക്കുന്ന വീടിന്റെ ചുറ്റുമതിൽ കെട്ടാനാണ് ഉദയൻ മാഞ്ചി ഉൾപ്പെടെ 3 തൊഴിലാളികൾ എത്തിയത്. ഇതിന്റെ നിർമ്മാണം നടക്കുന്നതിനിടയിൽ സമീപമുള്ള മറ്റൊരു വീടിന്റെ മതിൽ മറിഞ്ഞു വീഴുകയായിരുന്നു. ഉദയൻ മാഞ്ചി മതിലിനടിയിൽ അകപ്പെട്ടു. ഉടൻ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വെള്ളിമാട് കുന്നുനിന്നും ഫയർഫോഴ്സ് എത്തി വീണ മതിൽ ഉയർത്തി ഉദയൻ മാഞ്ചിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മണ്ണെടുത്ത് ആ സമയത്ത് തൊട്ട് ചേർന്നുകൊണ്ടിരുന്ന മതിൽ മറിഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ 2 പേരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണമായി മതിൽ ഒരാളുടെ മേൽ പതിക്കുകയും അദ്ദേഹത്തിന്റെ കൈ മാത്രം പുറത്തുള്ളൂ. ഞങ്ങൾ ഓടി വന്ന് നോക്കുമ്പോൾ കൈ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. മറ്റൊരു തൊഴിലാളിക്കും അപകടത്തിൽ പരിക്കേറ്റു. പരിക്ക് ഗുരുതരമല്ല. ഒരു മതിലിന്റെ ഒരു ഭാഗമാണ് കൂടെ ഉണ്ടായിരുന്ന ആളെ പറ്റിയത്. അദ്ദേഹത്തിനും ചെറിയ പരിക്കുണ്ട്. അദ്ദേഹം കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഉദയൻ മാഞ്ചിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപ്രതീക്ഷിതമായി നടന്ന അപകടത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. മീഡിയ 1 കോഴിക്കോട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ കർണാടകയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. KL ശ്രീജിത്ത് അർദ്ധ സെഞ്ചുറി നേടി. കരുൺ നായർ 49 റൺസ് എടുത്ത് പുറത്തായി. നിലവിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് എന്ന നിലയിലാണ് കർണാടക. 2 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റ് മാത്രമുള്ള കേരളത്തിന് മത്സരം നിർണായകമാണ്. ലാലിഗയിൽ ജിറോണയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഗെറ്റാഫെ. മരിയോ മാർട്ടിൻ, ബി മയോറൻ എന്നിവർ ഗിറോണയ്ക്ക് വേണ്ടി ഗോൾ നേടി. സ്റ്റുവാനിയുടെ ഗോളാണ് ഗെറ്റാഫയുടെ നില മെച്ചപ്പെടുത്തിയത്. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് വലൻസിയയും അത്ലറ്റിക്കോ മാഡ്രിഡ് സെവിയയും നേരിടും. വിയാറയിൽ റയോ വയക്കാനോ മത്സരവും ഇന്ന് നടക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് 7 മത്സരങ്ങൾ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയും ക്രിസ്റ്റൽ പാലസ് ബ്രെൻഫോർഡിനെയും നേരിടും. ആഴ്സണൽ ബേൺലി മത്സരവും ഇന്നുണ്ട്. രാത്രി 11 മണിക്കാണ് ടോട്ടനം ചെൽസി പോരാട്ടം. ലിവർപൂൾ ആസ്റ്റൺ വില്ല മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 നടക്കും.